ശ്രീ പ്രവീൺ കുമാർ. കോഴിക്കോട് കടൽ തീരത്തുള്ള ഒരു ചിരപുരാതന കെട്ടിടമാണ് കോഴിക്കോട്ടെ പോർട്ട് ബംഗ്ലാവ്. കേരള മാരിടൈം ബോർഡിൻ്റെ കീഴിൽ 2.5 ഏക്കർ സ്ഥലത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. സർ, ഇത് അന്തർദേശീയ നിലവാരമുള്ള ബീച്ച് ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കുന്നതിനായി സ്വകാര്യ കമ്പനികൾക്കായി ടെൻഡർ വിളിച്ചു. ഒരു കമ്പനി ടെൻഡർ കോട്ട് ചെയ്തു കൂടുതലായി. എന്നാൽ ആ കമ്പനി കോട്ട് ചെയ്ത ടെൻഡർ ഔദ്യോഗിക അലോട്ട്മെൻറ്റ് ലഭ്യമായ ആ ടെൻഡർ ജേതാവിനെ ഒഴിവാക്കി മറ്റൊരു കമ്പനിക്ക് കൊടുക്കാനുള്ള ശ്രമം നടന്നു. ഇത് സംഗതി വിവാദമായപ്പോൾ അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഞങ്ങളൊക്കെ സ്ഥലം സന്ദർശിക്കാൻ പോയി. ഞങ്ങളെയൊക്കെ പോലീസ് തടഞ്ഞു, കേസെടുത്തു. സർ, ഇങ്ങനെ ഒത്തിരി ഭൂമികൾ സ്വകാര്യ വ്യക്തികളിലേക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ സ്ഥിതി കോഴിക്കോടുണ്ടായിട്ടുണ്ട്. സർ, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കണ്ണായ സ്ഥലം ഒരു വ്യവസ്ഥയുമില്ലാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ച കഴിഞ്ഞ സർക്കാരിൻ്റെ നടപടി പുനഃപരിശോധിക്കണം. രണ്ടാമത് സർ, ഇത് നല്ല രീതിയിൽ വികസനത്തിന് ഉപയോഗിക്കാനായി സുതാര്യവും വിവാദരഹിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്നും അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി. സർ, ഇത് കേരള മാരിടൈം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് പോർട്ടിലെ ബീച്ച് മേഖലയിലുള്ള ഭൂമി മറ്റൊരു സംരംഭത്തിന് വേണ്ടി തുടങ്ങാൻ ശ്രമിച്ചതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ബീച്ചിലെ 2.5 ഏക്കർ ഭൂമിയും ഈ വികസന പദ്ധതിയിൽപ്പെടുത്തി. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാരിടൈം ബോർഡ് നിയമിച്ച പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ഒരു മെസ്സേഴ്സ് ഗ്രാൻഡ് ടോംടൺ മുഖേന 2024 ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു. ഈ ഭൂമിയിൽ നടപ്പാക്കാൻ പറ്റുന്ന വികസന പദ്ധതികളെക്കുറിച്ച് അഭിപ്രായം സ്വീകരിക്കുന്നതിനായി ഉള്ള നടപടിക്രമങ്ങളായി പിന്നെ ഒരു കമ്പനി വന്നു. ആ കമ്പനിയെ തിരഞ്ഞെടുത്തതിൻ്റെ നടപടിക്രമത്തിൽ ഒരുപാട് പരാതികൾ പിന്നീടുണ്ടായി. അതിങ്ങനെ പോവുകയാണ്. കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഈ സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 9/3/2026 ഈ വർഷം മാർച്ച് 9 ലെറ്റർ ഓഫ് അവാർഡ് അവർക്ക് കൊടുക്കുകയും ഞാൻ അതിൻ്റെ സ്റ്റേറ്റസ് പറഞ്ഞാണ്. തുടർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം 10/6/2026 കേരള മാരിടൈം ബോർഡും ഈ ടാലൻറ്റ് മാർക്ക് ഡെവലപ്പേഴ്സ് LLP 20 കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റ് ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ സർക്കാർ ഗൗരവതരമായി പരിശോധിക്കും.